നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും ഡിസിപ്ലിനുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. അവിടെ ഒരു ട്രെയിൻ വെറും 30 സെക്കൻഡ് വൈകിയാലും കമ്പനി ആളുകളോട് മാപ്പ് പറയാറുണ്ട്. നമ്മുടെ നാട്ടിൽ അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ തമാശ പോലെ തോന്നാം. പക്ഷേ ജപ്പാൻകാരുടെ ജീവിതം എടുത്തു നോക്കിയാൽ മനസ്സിലാകും. അവർ വിജയിച്ചത് ടെക്നോളജി കൊണ്ട് മാത്രമല്ല, അവരുടെ ചെറിയ ചെറിയ ശീലങ്ങൾ കൊണ്ടാണ്. ഒരു ചെറിയ കുട്ടി പോലും സ്വന്തം ക്ലാസ് റൂം സ്വയം ക്ലീൻ ചെയ്യും. റോഡിൽ മാലിന്യമിടാൻ ആളുകൾക്ക് മടിയാണ്. പബ്ലിക് പ്ലേസിൽ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കും. അവരുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഒരു റൂളല്ല, അതൊരു സംസ്കാരമാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ജപ്പാൻകാരുടെ വിജയത്തിന് പിന്നിലെ 10 അത്ഭുതകരമായ ശീലങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി പോലും ചില കാര്യങ്ങൾ പുതിയ രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. അതിനാൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇനി ഞാൻ നിങ്ങൾക്ക് ജപ്പാൻകാരുടെ 10 ശക്തമായ ശീലങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരാം. ഓരോന്നും ശ്രദ്ധയോടെ കേൾക്കുക, ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്താനും ശ്രമിക്കുക. ആദ്യത്തെ ശീലമാണ് സമയത്തെ അതിയായി മാനിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ജപ്പാനിൽ ഒരു ട്രെയിൻ വെറും ചില സെക്കൻഡ് ലേറ്റ് ആയാലും ആളുകളോട് മാപ്പ് പറയും. കാരണം അവർക്ക് സമയം ഒരു ക്ലോക്കിലെ നമ്പറല്ല, ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മളിൽ പലരും കുറച്ചു വൈകിയാൽ എന്താ പ്രശ്നമെന്ന് ചിന്തിക്കും. പക്ഷെ ജപ്പാൻകാരുടെ മൈൻഡ് സെറ്റ് വ്യത്യസ്തമാണ്. അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരാളുടെ സമയം കളയുമ്പോൾ നിങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അവിടെ ആളുകൾ മീറ്റിങ്ങുകൾക്കും ജോലികൾക്കും വളരെ പങ്ക്ച്വൽ ആയിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ചെറിയ കാര്യമെന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ സക്സസ് ഉണ്ടാകുന്നത് ഇത്തരം ചെറിയ ഹാബിറ്റ്സ് കൊണ്ടാണ്. കൺസിസ്റ്റൻസി ഉള്ളവർക്ക് പ്രോഗ്രസ് ഉണ്ടാകും. ഒരു മനുഷ്യന്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് ടാലന്റ് മാത്രമല്ല, അവൻ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതും കൂടിയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് കളയുന്ന 1 മണിക്കൂർ ജപ്പാനിൽ ഒരാൾ പുതിയ സ്കില്ല് പഠിക്കാൻ ഉപയോഗിക്കും. അതാണ് പിന്നീട് ജീവിതത്തിലെ വലിയ ഡിഫറൻസ് ആയി മാറുന്നത്. ജപ്പാൻകാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ ലെസൺ ഇതാണ്: സമയം പോയാൽ അത് തിരികെ വരില്ല. അതുകൊണ്ട് ജീവിതം മാറ്റണമെങ്കിൽ ആദ്യം വാച്ച് നോക്കുന്നത് മാത്രം മതിയല്ല, സമയത്തിന്റെ വാല്യൂ കൂടി നാം മനസ്സിലാക്കണം. ഇനി ജപ്പാൻകാരുടെ രണ്ടാമതായുള്ളൊരു പ്രധാന ശീലമാണ് വൃത്തിയും ശുചിത്വവും. ജപ്പാനിലെ റോഡുകളുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വളരെ ക്ലീൻ, വളരെ നീറ്റും. പക്ഷെ അതിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയാമോ? അവിടെ പബ്ലിക് ഡസ്റ്റ്ബിൻ കുറവാണ്. എന്നിട്ടും റോഡിൽ മാലിന്യങ്ങൾ വളരെ കുറവ്. കാരണം ക്ലീൻ ചെയ്യാൻ വർക്കേഴ്സ് ഉള്ളത് കൊണ്ടല്ല, ക്ലീനായി സൂക്ഷിക്കാൻ മനസ്സുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ്. ജപ്പാനിൽ കുട്ടികൾ പോലും സ്വന്തം ക്ലാസ് റൂം സ്വയം ക്ലീൻ ചെയ്യും. അവിടെ അവർ പഠിപ്പിക്കുന്നത് ബുക്സ് മാത്രമല്ല, റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഒരു ചെറിയ കുട്ടിക്ക് പോലും അവർ പറയുന്നത്, ഈ സ്ഥലം നിനക്കും സ്വന്തമാണ്, അതിനാൽ ഇത് വൃത്തിയായി സൂക്ഷിക്കുക നിന്റെ കൂടി കടമയാണ്. ഇത് കേൾക്കുമ്പോൾ ചെറിയ കാര്യമെന്ന് തോന്നാം, പക്ഷെ ഇതാണ് പിന്നീട് ഡിസിപ്ലിൻഡ് സൊസൈറ്റിയായി മാറുന്നത്. കാരണം ക്ലീൻ അല്ലാത്ത പുറമെയുള്ള അവസ്ഥ പലപ്പോഴും ഉള്ളിലെ ഡിസിപ്ലിൻ്റെ റിഫ്ലക്ഷനാണ്. റൂം ക്ലീൻ ആക്കാൻ കഴിയാത്ത ഒരാൾക്ക് പലപ്പോഴും മൈൻഡും മെസ്സി ആയിരിക്കും. ജപ്പാൻകാരുടെ ഈ ശീലം നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതം മാറ്റണമെങ്കിൽ ആദ്യം നമ്മുടെ സറൗണ്ടിങ്സ് മാറ്റാൻ പഠിക്കണം എന്നതാണ്. ഇനി മൂന്നാമതായുള്ള അവരുടെ ശീലമാണ് ചെറിയ കാര്യങ്ങളിലും പൂർണ്ണത തേടൽ. ചെറിയ കാര്യങ്ങളിലും ഇംപ്രൂവ്മെൻറ്റ് തേടുന്ന ഒരു മനോഭാവം അവർക്കുണ്ട്. ഇതൊരു ഫിലോസഫി കൂടിയാണ്, കൈസൻ. അതായത് ദിവസവും ചെറിയ ഇംപ്രൂവ്മെൻറ്റ്. നമ്മളിൽ പലരും ഒരേ ദിവസം ലൈഫ് ചേഞ്ച് ആകണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ ജപ്പാൻകാരുടെ മൈൻഡ് സെറ്റ് വ്യത്യസ്തമാണ്. അവർ ദിവസവും 1% ബെറ്റർ ആകാൻ ശ്രമിക്കും. ഒരു ദിവസം കുറച്ച് കൂടുതൽ പഠിക്കുക, കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യുക, കുറച്ച് കൂടുതൽ ഡിസിപ്ലിൻഡ് ആവുക. ഇങ്ങനെ ചെറിയ ചേഞ്ചസ് തന്നെയാണ് പിന്നീട് വലിയ സക്സസ് ആകുന്നത്. കാരണം വലിയ വിജയങ്ങൾ ഒരേ ദിവസം ഉണ്ടാകുന്നില്ല. ഒരു ബിൽഡിംഗ് പോലും ഒരു ബ്രിക്ക് കൊണ്ടാണ് തുടങ്ങുന്നത്. നമ്മൾ പലപ്പോഴും മോട്ടിവേഷൻ വന്നാൽ മാത്രം ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷെ മോട്ടിവേഷൻ സ്ഥിരമല്ല, ഹാബിറ്റാണ് സ്ഥിരം. ജപ്പാൻകാരുടെ വിജയത്തിന് പിന്നിലെ രഹസ്യം ടാലന്റ് അല്ല, കൺസിസ്റ്റന്റ് ഹാബിറ്റ്സ് ആണ്. അതിനാൽ ജീവിതം മാറണമെങ്കിൽ ഓരോ ദിവസവും ചെറിയ ഇംപ്രൂവ്മെന്റ്സ് മാത്രം നടത്തിയാൽ മതി. നാലാമതായുള്ള ശീലമാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത്. മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രമിക്കും. ജപ്പാനിലെ ട്രെയിനിലോ ബസ്സിലോ ലൗഡായി ഫോൺ സംസാരിക്കുന്നത് വളരെ റെയറാണ്. കാരണം അവർ ഫ്രീഡം മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള അവകാശമായി കാണുന്നില്ല. അവർ മനസ്സിലാക്കുന്നത് നമ്മുടെ ബിഹേവിയർ മറ്റൊരാളുടെ പീസിനെ നശിപ്പിക്കരുത്. അവിടെ ആളുകൾ ക്യൂ പാലിക്കും, പബ്ലിക് പ്ലേസിൽ സൈലൻസും മെയിൻറ്റെയിൻ ചെയ്യും. കാരണം റെസ്പെക്റ്റ് അവിടെ വേർഡ്സ് കൊണ്ട് മാത്രമല്ല, ബിഹേവിയർ കൊണ്ടാണ് കാണിക്കുന്നത്. ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി ഉണ്ടാകുന്നത് റൂൾസ് കൊണ്ട് മാത്രമല്ല, മ്യൂച്വൽ റെസ്പെക്റ്റ് കൊണ്ടാണ്. ഇത് നമ്മുടെ ജീവിതത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ക്യാരക്ടർ കാണിക്കുന്നത്. വിജയിച്ച ആളുകൾക്ക് നോളജ് മാത്രം മതിയെന്നില്ല, മെച്യൂരിറ്റി കൂടി വേണം. ഇനി 5-ാമതായുള്ള ശീലമാണ് കഠിനാധ്വാനം.
ജപ്പാൻകാരുടെ വർക്ക് കൾച്ചർ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒന്നാണ്. അവർ ചെയ്യുന്ന ജോലിയെ ചെറുതോ വലുതോ ആയി കാണുന്നില്ല. ഒരു സ്ട്രീറ്റ് ക്ലീനർ ആണെങ്കിലും ഒരു എഞ്ചിനീയർ ആണെങ്കിലും അവർ ജോലി ഡെഡിക്കേഷനോട് കൂടി ചെയ്യും. കാരണം അവരുടെ മൈൻഡ് സെറ്റ് വളരെ സിമ്പിളാണ്. ഏത് ജോലി ചെയ്താലും മികച്ച രീതിയിൽ ചെയ്യുക. അതുകൊണ്ടാണ് ലോകം ജപ്പാൻ പ്രൊഡക്ട്സ് വിശ്വസിക്കുന്നത്. നമ്മൾ പലപ്പോഴും റിസൾട്ട് മാത്രം ആലോചിക്കും, പക്ഷേ ജപ്പാൻകാരുടെ ഫോക്കസ് പ്രോസസ്സിലാണ്. റിപ്പീറ്റഡ് ഹാർഡ് വർക്ക് ഇവൻച്വലി ക്രിയേറ്റ് സക്സസ്. ടാലൻ്റ് ഇല്ലെങ്കിലും ഡിസിപ്ലിൻഡ് ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ഒരാൾ മുന്നോട്ട് പോകും. പക്ഷേ ടാലൻ്റ് ഉണ്ടെങ്കിലും ലേസിനെസ് ഉണ്ടെങ്കിൽ ഗ്രോത്ത് നിൽക്കും. അതുകൊണ്ട് സക്സസ് ആഗ്രഹിക്കുന്നവർ എക്സ്ക്യൂസസ് കുറച്ച് എഫേർട്ട് കൂട്ടണം. ഇനി ആറാമതായുള്ള ശീലമാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ച മനോഭാവം. ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ച മനോഭാവമാണ് ജപ്പാൻകാർക്ക്. കാരണം പലർക്കും എലോൺ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ഒറ്റയ്ക്ക് റെസ്റ്റോറൻറ്റിൽ പോകാനും ട്രാവൽ ചെയ്യാനും സമയം സ്പെൻഡ് ചെയ്യാനും ഹെസിറ്റേഷൻസ് ഇല്ല. കാരണം അവർ തനിച്ചുള്ള നിമിഷത്തെ വീക്ക്നെസ് ആയി കാണുന്നില്ല. നമ്മളിൽ പലരും ഒറ്റപ്പെടലിനെ പേടിക്കും, പക്ഷെ ചിലപ്പോൾ സൈലൻസ് ആണ് നമ്മളായി മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. എപ്പോഴും ആളുകൾക്ക് വാലിഡേഷൻ വേണ്ടി വരുന്നവർ മെൻ്റലി വീക്കാണ്. പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചവർ ഇമോഷണലി സ്ട്രോങ് ആയിരിക്കും. ജീവിതത്തിൽ എല്ലാ സമയത്തും എല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാകില്ല. അതിനാൽ സ്വന്തം കമ്പനി എൻജോയ് ചെയ്യാൻ പഠിക്കണം. ജപ്പാൻകാരുടെ ഈ ശീലം നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്നർ പീസ് പുറത്തുനിന്നല്ല വരുന്നത്, അത് അകത്തുനിന്നാണ് എന്നതാണ്. ഇനി ഏഴാമതായുള്ള ശീലമാണ് മിനിമൽ ലൈഫ് സ്റ്റൈൽ. മിനിമൽ ലൈഫ് സ്റ്റൈൽ എന്നാൽ ജപ്പാനിലെ പല വീടുകളും വളരെ സിമ്പിളായിരിക്കും. അനാവശ്യ സാധനങ്ങൾ കുറവ്, അനാവശ്യ ഷോ ഓഫ് കുറവ്. കാരണം അവർ മനസ്സിലാക്കുന്നത് മോർ തിങ്സ് ഡസിൻസ് ഓൾവേസ് മീൻസ് മോർ ഹാപ്പിനെസ്. നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ് വർദ്ധിക്കാൻ ഒരു കാരണം അൺനെസസറി ക്ലട്ടർ ആണ്. കൂടുതൽ ഡിസ്ട്രാക്ഷൻ ഉള്ളപ്പോൾ ഫോക്കസ് കുറയും. പക്ഷേ സിമ്പിൾ ലൈഫ് മൈൻഡിന് ക്ലാരിറ്റി നൽകും. ജപ്പാൻകാരുടെ ലൈഫ് സ്റ്റൈൽ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ എല്ലാം അധികം വേണമെന്നില്ല, ചിലപ്പോൾ ലെസ് തിങ്സ് മോർ പീസ് ആണ് എന്നതാണ്. ഇനി എട്ടാമതായുള്ള ശീലമാണ് കുട്ടികളിൽ ഡിസിപ്ലിൻ വളർത്തൽ. കുട്ടികളിൽ ഡിസിപ്ലിൻ ചെറുപ്പത്തിൽ തന്നെ വളർത്തണം. ജപ്പാനിൽ കുട്ടികളെ വളരെ ചെറുപ്പം മുതൽ റെസ്പോൺസിബിലിറ്റി പഠിപ്പിക്കും. സ്വന്തം ബാഗ് എടുത്തുകൊണ്ട് പോവുക, സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യുക, ഇതെല്ലാം അവിടെ നോർമലാണ്. കാരണം അവർ മനസ്സിലാക്കുന്നത് സ്ട്രോങ് അഡൾട്ട്സ് ഉണ്ടാകുന്നത് സ്ട്രോങ് ചൈൽഡ്ഹുഡ് കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് കംഫർട്ട് മാത്രം നൽകാൻ ശ്രമിക്കും, പക്ഷേ ജപ്പാൻകാരുടെ ഫോക്കസ് ക്യാരക്ടർ ബിൽഡിങ്ങിലാണ്. റെസ്പെക്റ്റ്, പേഷ്യൻസ്, ഡിസിപ്ലിൻ ഇവ ചൈൽഡ്ഹുഡിൽ പഠിച്ചാൽ ജീവിതം മുഴുവൻ അത് സഹായിക്കും. ഒരു രാജ്യത്തിൻ്റെ ഫ്യൂച്ചർ അറിയണമെങ്കിൽ അവിടുത്തെ കുട്ടികളെ നോക്കിയാൽ മതി എന്ന് പറയപ്പെടുന്നു. ഇനി ഒമ്പതാമതായുള്ള ശീലമാണ് പ്രതിസന്ധികളിൽ കാമായിരിക്കുക. പ്രതിസന്ധികളിൽ കാമായിരിക്കുക. എർത്തുകൾക്ക് പോലുള്ള വലിയ ഡിസാസ്റ്റർ വന്നാലും ജപ്പാൻകാരിൽ പാനിക്ക് കുറവാണ്. അവർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കും. കാരണം ഇമോഷണൽ കൺട്രോൾ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് നോർമലാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ പാനിക്ക് ചെയ്യുമോ കാമായി തിങ്ക് ചെയ്യുമോ, അതാണ് ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്. ദേഷ്യത്തിലും പേടിയിലും എടുത്ത ഡിസിഷൻസ് പലപ്പോഴും റോങ് ആയിരിക്കും. പക്ഷേ കാം മൈൻഡാണ് ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ നല്ലത്. ജപ്പാൻകാരുടെ ഈ ശീലം നമ്മളെ പഠിപ്പിക്കുന്നത് സ്ട്രോങ് ആളുകൾക്ക് പ്രോബ്ലംസ് ഇല്ലാത്തതല്ല, പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാനുള്ള കൺട്രോൾ ഉണ്ടെന്നതാണ്. ഇനി പത്താമതായുള്ള ശീലമാണ് ഇക്കിഗായി. ജീവിതത്തിനൊരു പർപ്പസ് കണ്ടെത്തൽ, അതാണ് ഇതിൻ്റെ അർത്ഥം. ജപ്പാനിലെ വളരെ ഫേമസ് ആയ ഒരു കോൺസെപ്റ്റാണിത്. ഇതിൻ്റെ അർത്ഥം രാവിലെ എഴുന്നേൽക്കാൻ ഒരു കാരണം. പണം മാത്രം മനുഷ്യനെ സന്തോഷിപ്പിക്കില്ല. പർപ്പസ് ഇല്ലാത്ത ജീവിതം പതിയെ പതിയെ എംപ്റ്റി ആയി തോന്നും. പക്ഷേ ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിന് മീനിങ് ഉണ്ടെന്ന് തോന്നുമ്പോൾ അവൻ കൂടുതൽ എനർജിയോടെ ജീവിക്കും. ജപ്പാൻകാരുടെ ഹാപ്പിനെസ്സിൻ്റെ പിന്നിൽ ഈ മൈൻഡ് സെറ്റ് വലിയ കാരണമാണ്. അവർ ജോലി മാത്രം ചെയ്യുന്നില്ല, ജീവിതത്തിൽ മീനിങ് കണ്ടെത്താനും ശ്രമിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? ആ ചോദ്യം ഒരിക്കൽ ഹോണസ്റ്റ്ലി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. കാരണം പർപ്പസ് കണ്ടെത്തിയ ആളുകളെ തടയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ജപ്പാൻ ലോകത്തെ അത്ഭുതപ്പെടുത്തിയത് ടെക്നോളജി കൊണ്ട് മാത്രമല്ല, അവരുടെ ചെറിയ ചെറിയ ഡിസിപ്ലിൻഡ് ഹാബിറ്റ്സ് കൊണ്ടാണ്. ഈ 10 ശീലങ്ങളിൽ ഒന്നുപോലും ജീവിതത്തിൽ കൊണ്ടുവന്നാൽ വലിയ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതാനും മറക്കരുത്. ഇത്തരത്തിലുള്ള മോട്ടിവേഷണൽ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നന്ദി.